ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ട്രേഡിംഗ് സൈക്കോളജി. മറിഞ്ഞിരിക്കുന്ന ട്രേഡിംഗ് സൈക്കോളജി. ഓൺലൈനിൽ ട്രേഡിംഗ് ടിപ്സുകൾക്ക് ഒരു കുറവില്ല. നല്ല സ്ട്രാറ്റജികൾ, ഇൻഡിക്കേറ്റേഴ്സ്, ചാർട്ട് പാറ്റേൺസ് ഇവയെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് കാണും. പക്ഷെ എത്ര മികച്ച സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിലും മിക്ക ആൾക്കാരുടെയും അക്കൗണ്ട് കാലിയാകുന്നത് ഈ സ്ട്രാറ്റജികളുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ, ചില ശീലങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. സോ സ്റ്റാർട്ട് ചെയ്യാം. ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുമെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു പുതിയ ജോലി ചേരുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടും ഇൻട്രസ്റ്റോടും കൂടി കാര്യങ്ങൾ ചെയ്യും. പിന്നെ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും, ചിലപ്പം ബോറടിക്കും. ട്രേഡിങ്ങിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം വളരെ ഡിസിപ്ലിൻ ആയിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഷോർട്ട് കട്ടൊക്കെ തേടും, പെട്ടെന്ന് ക്വിക്ക് പ്രോഫിറ്റ് വരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അവിടെ നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻ നഷ്ടപ്പെടും. പലപ്പോഴും അത് തന്നെയാണ് നമ്മുടെ അക്കൗണ്ട് കാലിയാകാനുള്ള മെയിൻ കാരണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ദ ഹീറോ തോട്ട്സ്. പല ട്രേഡർമാരും തങ്ങളെ ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. KGF-ലെ റോക്കി ബായിയെ പോലെയാണ് മാർക്കറ്റിനോട് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു യോദ്ധാവ്. ഒരു ട്രേഡിൽ ലാഭം ഉണ്ടാക്കുമ്പോൾ അത് തങ്ങളുടെ മിടുക്കൊണ്ടാണെന്നും വിശ്വസിക്കും. അതേസമയം ഒരു നഷ്ടം വരുന്ന സമയത്ത് അത് പണം അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി അവരുടെ ഈഗോയാണ് മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നഷ്ടത്തിലായ ഒരു ട്രേഡ് അവർ ഹോൾഡ് ചെയ്യുന്നത്. ഒരു ട്രേഡ് നഷ്ടത്തിലാണെന്ന് അറിഞ്ഞാലും ഇത് ഇപ്പം ശരിയാകും, മാർക്കറ്റ് ഇപ്പം തിരിച്ചു വരും എന്ന് അവർ സ്വയം വിശ്വസിക്കും. സത്യത്തിൽ അവിടെ അവർ പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് തങ്ങളുടെ ആ ഒരു വ്യൂ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തങ്ങളുടെ ആ ഒരു ഈഗോ സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ നഷ്ടങ്ങളിലേക്ക് അവർ സ്വയം പോകും. സത്യം പറയുവാണെങ്കിൽ ഇത് പല ആൾക്കാർക്കും അറിയില്ല. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കാണുന്ന ഈ ഒരു സക്സസ്ഫുൾ സ്റ്റോറീസ്, ഞാൻ ഇത്ര രൂപ കൊണ്ട് ഇത്ര രൂപ ഉണ്ടാക്കി, പല സ്റ്റോറികൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മാർക്കറ്റിലോട്ട് വരുന്നത് തന്നെ. അപ്പം നമ്മൾ സ്വയം ഒരു ഹീറോ ആണെന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മൾ ആക്ച്വലി നമുക്കറിയില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തത്, ഗുഡ് ഡേയ്സ് സൈക്കോളജി. ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടർച്ചയായി 2-3 ദിവസം പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് വലിയ കോൺഫിഡൻസ് വരും, ഓവർ കോൺഫിഡൻസ് ആകും. ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയി, എനിക്കിനി ഒന്നും പേടിക്കാനുള്ള എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ ഈ ഒരു അമിത ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് നമ്മുടെ കൂടുതൽ റിസ്ക് ഉള്ള ട്രേഡുകൾ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു ലോട്ട് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ തുടർച്ചയായി പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ട്രേഡിൽ ചിലപ്പോൾ ഒരു 5 ലോട്ടോ 10 ലോട്ടോ ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മൾ ലോട്ട് സൈസ് കൂട്ടി ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ട്രേഡ് നഷ്ടം വരും. അത് ചിലപ്പോൾ വലിയ നഷ്ടമായിരിക്കും. നമ്മുടെ മുൻപ് ഉണ്ടായ പ്രോഫിറ്റ് നഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് വലിയ എമൗണ്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആകെ മാനസികമായിട്ട് ആകെ തകർന്നു പോകും അല്ലേ, ശരിയല്ല? ഇത് പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് പല ആൾക്കാർക്കും ഇത് തിരിച്ചറിയാൻ പറ്റാതെ വരാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം നോക്കാം, ദ പാരഡോക്സ് ഓഫ് കൺട്രോൾ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കൺട്രോളിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ള ഒന്നല്ല. അത് എപ്പോൾ വേണമെങ്കിലും ഏത് ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് നടക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ട്രേഡിങ്ങിലെ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് മാർക്കറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള പല ആൾക്കാർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അല്ല, മറിച്ച് നമ്മളുടെ പ്രവർത്തികളെയാണ്. ഏത് ട്രേഡ് എടുക്കണം, എത്ര റിസ്ക് എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഈ ട്രേഡിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്ന വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ ആക്ഷനുകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ അതിൻ്റെ റിസൾട്ടിനെ പറ്റിയും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത കാര്യം, ദ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അതായത് നമുക്ക് ട്രേഡിൽ നിന്ന് പ്രോഫിറ്റോ ലോസോ കിട്ടിയിട്ട് അത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധിപ്പിക്കാതിരിക്കാം. അതായത് ഞാനൊരു നല്ല ലാഭം വരുന്ന സമയത്ത് ഞാനൊരു നല്ല ട്രേഡർ ആണെന്നും ലോസ് വരുന്ന സമയത്ത് ഞാനൊരു മോശം ട്രേഡർ ആണെന്നും പല ആൾക്കാരും പറയാറുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് വളരെ അപകടമാണ്. റൈറ്റ്, ഒരു ട്രേഡ് മോശമായാൽ അത് ആ ഒരു ട്രേഡിൻ്റെ മാത്രം പ്രശ്നമാണ്. അതിനൊരിക്കലും നമ്മുടെ പേഴ്സണൽ സ്കില്ലിനെ ആയിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടിയോ അല്ലെങ്കിൽ ലോസ് കിട്ടിയോ എന്നതിനെ പറ്റി ആയിരിക്കരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി
എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ മാത്രമായിരിക്കണം. ലോസ് പ്രോഫിറ്റ് ട്രേഡിങ്ങിൻ്റെ സ്വാഭാവികമാണ്, പാർട്ട് ഓഫ് ദി ബിസിനസ് ആണ്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഒരിക്കലും എടുക്കാതിരിക്കുക. പ്രോഫിറ്റ് കിട്ടുമ്പോഴും ലോസ് കിട്ടുമ്പോഴും, റൈറ്റ്? അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹിഡൻ സൈക്കോളജിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് നിങ്ങളൊരു ഹീറോ ആകാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ മാർക്കറ്റിനോട് പോരാടുന്ന ഒരു റോക്കി ബായി അല്ല, മറിച്ച് മാർക്കറ്റിൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു സാധാരണ ആളാണെന്ന് വിചാരിക്കാം. പിന്നെ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. തുടർച്ചയായ വിജയങ്ങൾ ഉണ്ടാകുന്ന ഓവർ കോൺഫിഡൻസ് അതിൽ വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ലോസ് വരുന്നതിനെക്കാട്ടി കൂടുതൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് വരുന്ന സമയത്ത്. ഓക്കെ. പിന്നെ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കമ്മിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിനോടെ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അത് ഔട്ട്കം എന്തായിരിക്കട്ടെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഈഗോനെ ഒന്ന് വാച്ച് ചെയ്യുക. നമ്മളെല്ലാവരും ചാർട്ടുകൾ എല്ലാ ദിവസങ്ങളും വാച്ച് ചെയ്യാറുണ്ട്. ചാർട്ടിൽ വളരെ അധികം അനാലിസിസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചാർട്ടുകൾ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈഗോനെ ഒന്ന് നോക്കുക. നമ്മുടെ നഷ്ടം വരുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ, ലാഭം വരുന്ന സമയത്ത് നമുക്ക് സന്തോഷം, അതായത് എക്സ്ട്രാ ഓവർ ഹാപ്പിനെസ് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം, റൈറ്റ്? ഇത് ചെയ്ത് നോക്കാതെ നിങ്ങൾ ഇതിനെ സില്ലി ആയിട്ട് കാണേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും നഷ്ടങ്ങൾ വരുന്ന സമയത്ത് ചാർട്ടുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, പുതിയ സ്ട്രാറ്റജികൾ തേടി പോകാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുക്കുക. വേറെ ഒരു വഴിയുമില്ല നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 90% തരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി പറ്റില്ല. സോ നിങ്ങളുടെ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇന്ന് തന്നെ എടുത്തിരിക്കുക. അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റ് ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കില്ല. മാർക്കറ്റ് നിങ്ങൾ ആരാണോ, നിങ്ങൾ എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സ് തന്നെയാണ്, നിങ്ങൾക്ക് പരിശീലനം ലഭിക്കാത്ത നിങ്ങളുടെ അൺട്രെയിൻഡ് മൈൻഡ് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജികൾ, ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും പരിശീലിപ്പിക്കാനും ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. താങ്ക് യു.